നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ധനുഷേ, ഓ ചേച്ചി, നീ വലിയ ബുദ്ധിമാനും ബാക്കിയുള്ളവരൊക്കെ മണ്ടന്മാരുമാണെന്ന് തോന്നല് നിനക്കുണ്ടോ? ഏയ് ഇല്ല ചേച്ചി. എങ്കിൽ നീ മര്യാദക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോവാൻ നോക്ക്. അപ്പൊ വെള്ളം കുടിക്കുന്നില്ലേ? അത് ഞാൻ മറന്നുപോയി. ഇനി അടുക്കള വശത്തേക്ക് ഇയാളെ കണ്ടുപോരുത്. എന്ത് വേണമെങ്കിലും പറഞ്ഞാ മതി. ആ ശരി. ഒന്നേ പുറകെ കൂടി വന്നുപോയ ശീലമുള്ളോ? ഇതുവഴി പോയാ ഇതുവഴി പോ. ഇവനെ ഒതുക്കാനേ നമ്മൾ കുറച്ച് കൂടുതൽ പണിയെടുക്കേണ്ടി വരും അർച്ചനെ. താനെന്താ ഇങ്ങനെ കണ്ണാടി തന്നെ നോക്കി നിൽക്കുന്നത്? വെറുതെ എനിക്ക് എന്തൊക്കെ മാറ്റങ്ങളുണ്ടെന്ന് അറിയാൻ നോക്കി നിന്നത്. തനിക്ക് ഒരു മാറ്റവും ഇല്ലാതെ ഇതുപോലെ തന്നെ ഇരിക്കുന്നേ നല്ലത്. ഞാൻ മാറാതിരുന്നിട്ട് എന്താ സച്ചേട്ട കാര്യം? ചുറ്റുമുള്ള എല്ലാവരും മാറിക്കൊണ്ടിരിക്കുകയല്ലേ. താനിങ്ങനെ പറഞ്ഞത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ദേഷ്യപ്പെട്ടതും തന്നോട് കൂടുതൽ അടുക്കാത്തതും തനിക്ക് നല്ല വിഷമമുണ്ടാക്കിയല്ലേ? എനിക്ക് തന്നോട് എന്തും തുറന്നു പറയാനാണ് എൻ്റെ വിശ്വാസം. എങ്കിലും ചിലതൊക്കെ തന്നിൽ നിന്നും ഞാൻ മറച്ചു പിടിക്കുന്നുണ്ട്. അത് എന്റെ സ്വകാര്യതയിലുള്ളതാണ്. അതേ സ്വകാര്യത എനിക്കുണ്ടല്ലോ സച്ചേട്ട. എങ്കിലും ഞാനൊരു കാര്യം പറയട്ടെ. ആതിരെ വീട്ടിലേക്ക് കൊണ്ടുവന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അവിടെ ഇവിടെ നിൽക്കണമെന്ന് എൻ്റെ ആഗ്രഹം. ഞാൻ തന്റെ വീട്ടിൽ പോയി സംസാരിച്ചപ്പോ അച്ഛനും അമ്മയ്ക്കും അനുവേട്ടനും എല്ലാം ആതിരെ അവിടെ കൊണ്ട് നിർത്തണമെന്ന് ആഗ്രഹമുണ്ടെന്നാ എനിക്ക് മനസ്സിലായത്. അതൊരു ചടങ്ങുകൂടിയാണെന്ന് അവര് പറയുന്നത്. ആതിരയ്ക്കുൾപ്പെടെ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ പിന്നെ നമ്മളായിട്ടെന്തിനാ എതിര് നിൽക്കുന്നേ? ചടങ്ങുകളെല്ലാം അതിൻ്റെതായ വഴിക്ക് തന്നെ പോകുന്നതല്ലേ നല്ലത്. സച്ചേട്ടൻ പറയുന്നതിനപ്പുറം മറുത്തൊരഭിപ്രായം ഞാൻ പറയില്ലല്ലോ. എല്ലാവരുടെയും ആഗ്രഹം അതാണെങ്കിൽ ഞാനായിട്ട് എതിര് നിൽക്കുന്നില്ല. എനിക്കറിയാം സച്ചേട്ടന് പല പല ടെൻഷൻ ഉണ്ടെന്ന്. അതിനിടയ്ക്ക് ഞാനും കൂടി ചില നേരത്ത് എന്തൊക്കെയോ ടെൻഷനൊക്കെ തരുന്നുണ്ട്. അങ്ങനെ ഉണ്ടാവാതെ ഇനി ഞാൻ നോക്കിക്കോളാം സച്ചേട്ട.
ഏയ് അങ്ങനൊന്നുമില്ല. എല്ലാത്തിനും ഓരോ മൂടല്ലേ. തനിക്ക് ഒരിടത്തും തെറ്റുപറ്റിയിട്ടില്ല. താനാണ് ശരിയെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ പിന്നെ ഇനി ഒട്ടും സമയം കളയാനില്ലല്ലോ. അപ്പോ നല്ലൊരു താലി ഞാനിങ്ങ് വാങ്ങിച്ചിട്ടുണ്ടേ. ഇനി അധികം ദിവസം ഇല്ല കല്യാണത്തിന്. ആ അതൊക്കെ നല്ലൊരു ജോത്സ്യനെ കണ്ടൊക്കെ നോക്കാതെ എങ്ങനെയാ അജയ? അതൊന്നും ഓർത്ത് ചേച്ചി വിഷമിക്കണ്ട. എല്ലാം ഈ അനിയൻ ചെയ്തു. ഞാൻ ഇന്ന് താലി വാങ്ങുന്നതിന് മുമ്പ് നല്ലൊരു ജോത്സ്യനെ കണ്ട് കല്യാണത്തിനുള്ള മുഹൂർത്തം കുറിപ്പിച്ചിട്ടുണ്ട്. പെട്ടെന്ന് പറഞ്ഞ എങ്ങനെയാ അജയ? ഒരു പെൺകുട്ടിയുടെ കല്യാണത്തിന് ചില ഒരുക്കങ്ങളൊക്കെ വേണ്ടേ? ഒരുപാട് വലിയ രീതിയിലൊന്നല്ലല്ലോ ചേച്ചി നമ്മളിത് നടത്തുന്നത്. പോരായ്മകളൊന്നും കുഴപ്പമില്ല. കോടതി കൂടുന്നതിന് മുമ്പ് കല്യാണം നടത്തണമല്ലോ. ആർഭാട് എനിക്ക് ഇഷ്ടമല്ല. നമുക്ക് വളരെ ലളിതമായി അങ്ങോട്ട് നടത്താം. ചേച്ചി ഇപ്പൊ മനസ്സിൽ കരുതുന്ന എന്താന്ന് എനിക്കറിയാം. സാമ്പത്തികമായി എന്നെ സഹായിക്കണമെന്നല്ലേ? അതിനൊക്കെ സമയം ധാരാളം ഉണ്ട്. ഇപ്പൊ നമുക്ക് ഈ കല്യാണം കൂടെ നടത്താം. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ തീരുമാനിക്കാം. എന്താ പോലെ? ഇതിപ്പോ ഇങ്ങനെ അടുത്തായി പോയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അജയ. നീ വേറൊരു തീയതി നോക്ക, അല്ലെങ്കിൽ ഞാൻ ജോത്സ്യനെ നോക്കാം. അതൊക്കെ വലിയ ബുദ്ധിമുട്ടാകും ചേച്ചി. നമുക്ക് ഈ തീയതി മതി ചേച്ചി. എന്റെ അനഖയുടെ വിവാഹം, അതിന്റെ ത്രില്ല ഞാൻ. ആ ദിവസം തന്നെ കല്യാണം നടക്കും. നമ്മൾ നടത്തും. കുറച്ച് ജോലി കൂടി തീർക്കാനുണ്ട് ചേച്ചി. ഞാൻ പിന്നെ വിളിക്കാവേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.